ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. സീരീസിൻ്റെ ഒരു ആക്ഷൻ ആർട്ടിൻ്റെ സ്റ്റെഫ് എന്നാണ് ഗൈസ്. സോ ഞാനിതൊരിക്കൽ എൻ്റെ മെയിൻ ചാനൽ തുടങ്ങിയായിരുന്നു. ബട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അതങ്ങ് പോയി. സോ ഇതിപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന പുതിയൊരു സീരീസാണ് ഗൈസ്. സോ ഈ ആക്ഷൻ ആർട്ടിൻ്റെ സ്റ്റെഫിൽ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. സോ അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ആണ്. സോ അധികം പറഞ്ഞ് ബോറാക്കിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ ഗീസിലേക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുണ്ട്. ഗീസിലേക്ക് അടിക്കുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗീസ്. പിന്നെ മെയിൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക ഗീസ്. സോ ഗീസ് നമ്മളിപ്പോൾ ഇതേ വീഡിയോ വന്നിട്ടാണ് സ്പോണായിട്ടുള്ളത്. സോ ഇങ്ങോട്ട് ചെറിയ പ്ലെയിൻസ് കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് ബേസിക് ടൂൾസ് അങ്ങ് ഉണ്ടാക്കിയേക്കും ഗീസ്. സോ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം ഗീസ്. കാരണം കുറച്ച് ദിവസം ഇങ്ങനത്തെ സീരീസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഗീസ്. സോ ഇതിൽ നമുക്ക് എന്തായാലും ഡ്രാഗനെ ബീറ്റ് ചെയ്യണം ഗീസ്. ഞാൻ ഇതൊരു ഡ്രാഗനെ ബീറ്റ് ചെയ്തില്ല. അങ്ങനെയല്ല, ഇങ്ങനെ ചാനൽ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ ഡ്രാഗനെ ബീറ്റ് ചെയ്തിട്ടില്ല. സോ അത് നമുക്ക് ചെയ്യണം. പിന്നെ മെയിൻ ചാനലിൽ ഒന്നെങ്കിൽ ലെറ്റ്സ് പ്ലേ അല്ലെങ്കിൽ ഹാർഡ് കോർ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണം ഗീസ്. ഹാർഡ് കോറൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, എന്നാലും നമുക്കതൊന്ന് ചെയ്ത് നോക്കണം ഗീസ്. സോ ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ ഗീസ്. അച്ചോടാ, ഇതായത് ഹെലുവടാ, നിനക്ക് തരാം. എൻ്റെ കയ്യിൽ ഇപ്പം ഒന്നും ഇല്ലടാ. വെച്ചോടാ. അത് നോക്കിക്ക സമയമില്ല ഗീസ്. നമുക്ക് വേഗം കുറച്ച് വുഡ് കളക്ട് ചെയ്യണം, ഒരു ബെഡ് ഉണ്ടാക്കണം, നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം വേഗം തന്നെ. ഒരു ബോളുണ്ടെങ്കിൽ നമുക്ക് അവനെ ഒന്ന് ടൈം ചെയ്തെടുക്കാമായിരുന്നു. പോയോ? സോറിടാ, നിന്നെ ഞാൻ പിന്നെ ടൈം ചെയ്യാം. ഓടിയോ, പിന്നെ ഞാൻ നിന്നെ ടൈം ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല തരാൻ. ഇതെന്തോന്ന് ഗീസ്, റിവ്യൂനോ ഗൈസ്? ഇവിടെ വലിയൊരു എന്തോ സംഭവമുണ്ട്. യോ ഗൈസ്, പൊളി. നമുക്ക് ഇവിടെ തന്നെ ബേസ് അടിച്ചാലോ? ഇതെന്തോന്ന് ഗീസ്, റിവീനാണോ എന്തോ ഒരു സംഭവം? എന്തായാലും പൊളി ഗീസ്. നമുക്കെന്തായാലും ഇതിൻ്റെ കോഡ്സ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ബേസ് കെട്ടാം, കാരണം ഇതൊരു കിടില സ്പോട്ടാണ് ഗീസ്. എന്തോ ഗീസ്, ഗീസ് അങ്ങനെ വരട്ടെ. സോ നമുക്കിതൊരു പ്ലെയിൻസാണ്. ഒരു വില്ലേജും കൂടി കെട്ടിയാൽ കൊള്ളാമായിരുന്നു. അവിടെ ഒന്നും വില്ലേജ് കാണുന്നില്ല ഗീസ്. ഇതേ ഒരു വില്ലേജ്. സോ ഗീസ്, ഇത് റാൻഡം സീഡാണ്, അല്ലാതെ ഞാൻ തപ്പിയെടുത്ത സീഡൊന്നുമല്ല. റാൻഡം സീഡാണ്. പിന്നെ വില്ലേജ് കിട്ടുമെന്ന് പറഞ്ഞത് സാധാരണ ഈ പ്ലെയിൻസിലൊക്കെ അല്ല ഗീസ് ഈ വില്ലേജ് കാണുന്നത്. സോ അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്. നോക്കുമ്പോൾ തൊട്ടടുത്ത വില്ലേജും ഉണ്ട് ഗീസ്. സോ നമ്മുടെ ബേസ് കെട്ടേണ്ട ഏരിയയും വില്ലേജും സെറ്റായി. ഇപ്പോൾ കുറച്ച് കാലത്തേക്കുള്ള ഫുഡൊക്കെ ഇതായി ഗീസ് ഇവിടെ ഉണ്ട്. സോ അതിനൊന്നും ഒരു ക്ഷാമം ഇനി നമുക്കില്ല. എന്നാലും നമുക്ക് കുറച്ച് ഫാമിംഗ് സെറ്റപ്പൊക്കെ വേണം ഗൈസ്. സോ ഇതൊന്നും വെച്ചിട്ടാണ് നമുക്ക് ഈ സീരീസ് ഫുള്ള് അങ്ങോട്ട് കഴിയാൻ പറ്റില്ലല്ലോ. സോ കുറച്ചും കൂടി വേണം. വല്ല ബ്ലാക്ക് സ്മിത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നേ. എൻ്റെ കയ്യിലിപ്പോൾ കുറേ സീരീസ് ഉണ്ട് ഗൈസ്, ഞാൻ അതൊന്നും നോക്കാറ് പോലും ഇല്ല. സോ അതൊക്കെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. സോ നമ്മുടെ ബെറ്റർ ഓൺ ബെറ്റർ, കോർ ക്രാഫ്റ്റ്, RL ക്രാഫ്റ്റ് എല്ലാം നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മുടെ മെയിൻ ചാനലാണ് ഗൈസ് വരാൻ. ഇതേ അവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്. ഇതാരോ ഇതെന്തോ ഇങ്ങനെ ബഗ്ഗാണോ ഗൈസ്? ഇതേ ഗൈസ് ചോട്ടാ എൻകുളം, ചോട്ടാ ബായ്. ഹലോ ഹലോ, എന്തോന്ന് ഗൈസ് അത്? അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് കണ്ടു. എന്നാലും അതെന്താ ഗൈസ് അയൻകുളം അങ്ങനെ? ഓ, 4 അയണുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടി, സാഡിലും കിട്ടി ഗൈസ്. ഇനി നമുക്ക് എന്തോ വേണം? ഒരു ഡയമണ്ട് ഹോസ് ആർമറും കിട്ടിയിട്ടുണ്ട്. ഇയാൾക്ക് താടി എടാ, നീ സുതിയല്ലടാ. നീ വേഷം മാറി വന്നാൽ എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചോ? എവിടെയാടാ എൻ്റെ മുട്ട പപ്സ്? പോയോ? എടാ നീ എനിക്ക് മുട്ട പപ്സ്, ബിരിയാണി എന്തൊക്കെയാണ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞേടാ. നീ വാങ്ങി തന്നിട്ട് പോടാ. സുതിയണ്ണോയി, സുതിയണ്ണനല്ലേ ഗൈസ് ഇത്?
സോ അതാരെങ്കിലും ആവട്ടെ, സുധിയണ്ണനെ പോലെ ഉണ്ട്. സോ ഒരു ബ്ലാക്ക് സ്മിത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം സെറ്റായതിൻ്റെ കേസ്. ഇത് ഒരു കുതിര, ഇതിലേതിനും നമ്മൾ എടുക്കാം കേസ്. നമുക്കിത് കേസ് 11 എടുക്കാം. കുട്ട എൻ്റെ കൂടെ പോയിരുന്നോ? സോ ഇവനൊന്ന് ടൈം ചെയ്ത് കിട്ടിയാൽ നമുക്കൊരു കുതിര കേസ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് കേസ്. നമ്മൾ പ്രോ അല്ല കേസ്, പണ്ടേ പ്രോ. SR10 പണ്ടേ പ്രോ ആണ് കേസ്. സോ FG ബ്രിട്ടുമാറ്റം കാണുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, SR10 പണ്ടേ പ്രോ ആണ്. അവിടെ ഒന്ന് ടൈം ആടാ, നൈറ്റ് ആവാറായി. ടൈം കേസ്. സോ ഇനി നമുക്ക് ഇവനെ സൈഡിലിട്ടെടുക്കാം. സൈഡിലിട്ടു ഡയമണ്ട് ഹോസ് ആർമർ ഇട്ടു കേസ്. ലെവലൊന്ന് ആലോചിച്ചോ കേസ്. സോ നമുക്ക് വേഗം പോയി ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് വരാം. ഇറങ്ങി പോടാ, ഇതൊക്കെ എൻ്റെ ബെഡ്. എവിടെ എൻ്റെ ഡയമണ്ട് ഹോസ് ആർമർ? അച്ഛാ, ഡയമണ്ട് കുതിര. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചേ കേസ്. നമുക്ക് ആ ചെറുക്കനെ ഇങ്ങോട്ടൊന്ന് ഇറക്കണം. ഇവന് പറ്റിയൊരു പേര് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം കേസ്. ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് വിട്ട് തരികയാണ്. സോ നിങ്ങൾ സജസ്റ്റ് ചെയ്തോളൂ. വാടാ കുട്ടാ. അയ്യോ കേസ്, ഇവനിങ്ങനെ ഇതാക്കിയാൽ മാത്രം പോരാ. എൻ്റെ കയ്യിൽ ഇതില്ല കേസ്, റോപ്പ്. ഇതിവനെ കെട്ടിയിടാനുള്ള സംഭവം ഇല്ല. സോ അതുകൊണ്ട് ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ തൽക്കാലം. എന്നാൽ ഈ അയൺഗോളം എന്താ ഇങ്ങനെ? ഇനി മോനെങ്ങാനാണോ അയൺകുളത്തിൻ്റെ? പറയാൻ പറ്റില്ല ഗീസ്, നമ്മളെ വില്ലേജസ് അല്ലേ. ഒരു ബെഡും കൂടി അങ്ങ് എടുത്തേ ഗീസ്. പിന്നെ നമുക്ക് ഈ സ്ഥലം വിട്ടേ പോവാം. പോവാറായില്ല, ഇത് ഫുള്ളൊന്ന് വില്ലേജ് മുടിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. ഇവിടുത്തെ ബെഡ് എടുക്കാൻ അടിച്ചു മാറ്റും ഗീസ്. കാരണം നമുക്ക് ട്രേഡിങ് ഹാള് ഉണ്ടാക്കാനും നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാനും ഒക്കെ ഈ ബെഡ് ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ഞാൻ പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഊളൊന്നും ഇവിടെ ഉണ്ടാവില്ല, അത് വേറൊരു കാര്യം. സോ ഇനി നമുക്ക് ഇവിടുന്ന് പോയ ഗൈസ്, നമുക്ക് കുറച്ച് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, ആ സ്ഥലം ഞാൻ നോക്കിയ ടൈം കുഴപ്പമൊന്നുമില്ല. സോ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റും കൂടി ഞാൻ പറയാം ഗൈസ്. ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ലൈക്സ് ആണ് ഗൈസ്. സോ നിങ്ങളെ കൊണ്ട് പറ്റും, ഒരു 10 ലൈക്സ് താഴെ ഗൈസ്. ഇതിപ്പോൾ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസ് ആൻഡ് വീഡിയോസ്, അങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ഇനിയും ചെയ്യും ഗൈസ്. സോ സപ്പോർട്ടാക്കുക. ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. ഇതല്ലേ? ഓ സോറി, അങ്ങോട്ടാണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ടാക്കുക. ഞാൻ മെയിൻ ചാനലിൽ ഒരു ഹൊറർ വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഫേമസ് മോഡായ നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഒരു മോഡങ്ങാനാണ്. സോ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. സോ എല്ലാവരും സപ്പോർട്ടാക്കുക. എല്ലാവരും അതൊന്ന് ചാനലിൽ കയറി ഒന്ന് ചെക്കൗട്ടാക്കുക ഗൈസ്. സോ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയൊന്ന് പ്ലാങ്സ് ആക്കുക ഗൈസ്. അതുമാത്രമല്ല, ആ ഹൊറർ വീഡിയോ എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങളൊന്ന് അതിൽ ആ മെയിൻ ചാനൽ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ ഇതിൽ ഇട്ടാൽ എനിക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചുകൊണ്ട് കുറച്ച് ടൂൾസ് അങ്ങ് ഉണ്ടാകുക ഗൈസ്. ഒരു ആക്സ്, ഒരു പിക്കാക്സ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഒരു ചെസ്റ്റും കൂടി അങ്ങ് ക്രാഫ്റ്റ് ആക്കുക ഗൈസ്. നമ്മുടെ സാധനമൊക്കെ സേഫ് ആക്കണം. ചെസ്റ്റ് അങ്ങനെ ഗൈസ്, ചെസ്റ്റ് നമ്മൾ ക്രാഫ്റ്റാക്കി അത് ഇവിടെ വെച്ച് നമ്മുടെ ഡയമണ്ടും ഇതും ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഒരു പകുതി എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് അതിലോട്ട് വെക്കാം ഗൈസ്. ഇനി നമുക്ക് ഈ ടൂൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. സോ നമുക്ക് അതിന് വേണ്ടി കുറച്ച് ആദ്യം സ്റ്റോൺ എടുത്തുകൊണ്ട് വരാം ഗൈസ്. സോ താഴെ കുറച്ച് സ്റ്റോൺ കാണുന്നുണ്ട്. അയ്യോ, ചത്ത് പൊട്ടനാണോ ഗൈസ് ഞാൻ? കാരണം ഫുഡില്ല ഗൈസ്, ഫുഡില്ലാതെ നമുക്ക് ഓടാൻ പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഗൈസ് ഒരു 20ഓളം
സ്റ്റോൺ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. സോ ഇതും കൊണ്ട് നമുക്ക് മുകളിലോട്ട് പോകുക. എന്നിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. സോ അങ്ങനെ കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് ആദ്യം സെറ്റാക്കാം. പിന്നെ അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ബേസ് അപ്ഡേറ്റ്സിലോട്ട് കിടക്കാം. തൊട്ടടുത്തൊരു ഫോറസ്റ്റും ഉണ്ട്, അതുകൊണ്ട് വലിയ വുഡ്സിനൊന്നും വലിയ ക്ഷാമം ഉണ്ടാവില്ല. കുറച്ച് ബ്രെഡ് അങ്ങോട്ട് ക്രാഫ്റ്റ് ആക്കുക ഗൈസ്. ഒരു 12 ബ്രെഡ് നമുക്കിപ്പോൾ ക്രാഫ്റ്റാക്കി കയ്യിൽ വെച്ചിരിക്കുക. നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ട. സോ പിന്നെ നമ്മുടെ റീസ്പോണും കൂടി ഇവിടെ സെറ്റ് ചെയ്തേക്കാം. സോ അത്യാവശ്യമായില്ല ഗൈസ്. ഇനി നമുക്ക് ഈ ടൂൾസും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് അത് സ്റ്റിക്ക് എടുക്കുക ഗൈസ്. ടൂൾസും കൂടി ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സെറ്റ് ഞാനങ്ങ് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാ ഗൈസ്, ഒരു സോഡ്, സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ചവളി, സ്പിയർ, ഹോ എല്ലാം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു സെറ്റങ്ങ് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവവും ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസിക് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ബേസിക് കഴിഞ്ഞില്ല. ബേസിക് കഴിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ബേസിക് കഴിഞ്ഞു ഗൈസ്. സോ അപ്പുറത്തൊരു ഡെസേർട്ടാണോ എന്നറിയില്ല, പക്ഷെ അവിടെ എന്തോ സംഭവം കാണുന്നുണ്ട്. പിന്നെ വല്ല ഷിപ്പ്രൊക്കെ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സോ അതൊക്കെ നമുക്ക് സെറ്റാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി ഗൈസ്. ലെങ്ത്ത് ഇച്ചിരി കൂടിപ്പോയി, എന്നാലും സാരില്ല ഗൈസ്. ഇത് നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം ഗൈസ്. ഇപ്പോൾ കയ്യിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പുതിയൊരു മോഡ് ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കത് ഇടാം ഗൈസ്. ഞാൻ മെയിൻ ചാനലാണ് ഇടാൻ കാരണം അതൊരു ഹൊറർ മോഡാണ്. സോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഡ്വെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു മോഡാണ് ഗൈസ്. ഒരു 10-12ഓളം ഹൊറർ മോബ്സ് ഉള്ളൊരു മോഡാണ്. സോ അതും കൂടി നമുക്കൊന്ന് ചെയ്യണം ഗൈസ്. സോ ഞാനൊരു ഹൊറർ സീരീസ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ വെറൈറ്റിൻ്റെ കാര്യം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ഇത് ഇടുള്ളൂ. വെറൈറ്റിൻ്റെ ഇത് ഒരു 5-6 എപ്പിസോഡ് ഉണ്ടാവും ഗൈസ്. കാരണം ആ വെറൈറ്റിക്ക് ദേഷ്യം പിടിച്ചാലേ അവൻ വെറൈറ്റി ആവുള്ളൂ, അല്ലെങ്കിൽ അവൻ ഈ നോർമൽ മോഡിൽ തന്നെ ഇരിക്കും. സോ ഇങ്ങോട്ടൊക്കെ ഒന്നും ഇല്ല ഗൈസ്. ഇതൊരു പ്ലെയിൻസാണ്, വലുതായിട്ടൊന്നും ഇല്ല. ഒരു കേവ് പോലും ഞാൻ ഇതിട്ട് കണ്ടില്ല. ഇങ്ങോട്ടൊക്കെ വേറെ ഒന്നുമില്ല ഗൈസ്. എന്നാലും കുറച്ച് വലിയൊരു പ്ലെയിൻസാണ് ഗൈസ്. അങ്ങത്തോളം കുറച്ച് കുന്നും മലയൊക്കെ കാണുന്നുണ്ട്. സോ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം ഗൈസ്. പൊക്കോ, കുന്നും മലയൊക്കെ കാണുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. നമ്മുടെ ബേസ് ഈ ഒറ്റ സ്ഥലത്ത് നിർത്താതെ വലിയൊരു ബേസാക്കിയിട്ട് കൊണ്ടുപോകണം. സോ ഇപ്പം നമുക്കൊരു നല്ലൊരു എന്തുവാണ് ഗൈസ് ഞാൻ ഈ കാണിക്കുന്നത്. അതുമാത്രമല്ല ഗൈസ്, വേറൊരു കാര്യം ഞാൻ പറയാം. സോ നിങ്ങൾക്ക് PvP ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ഗൈസ്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയൊരു സെർവർ ഞാൻ പറഞ്ഞിട്ട് ഗൈസ്. സെർവറിൻ്റെ പേര് കേരള PvP എന്നാണ്. സോ ഒരു PvP കിടിലും PvP എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സെർവറാണ്. സോ ടൂർണമെൻറ്റ്, മാച്ച്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പൊക്കെ പോലെയുള്ളൊരു മൈൻക്രാഫ്റ്റ് PvP മാച്ച് വരെ അവർ നടത്തുന്നുണ്ട് ഗൈസ്. സോ പക്ഷേ അവർക്കത് നടത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ അവരുടെ ഡിസ്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നിങ്ങൾക്ക് അതിൽ കയറി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതിലത്തെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. സോ അനൗൺസ്മെൻറ്റൊക്കെ നോക്കി വെക്കുക ഗൈസ്. സോ ഇപ്പോൾ സെർവറിൽ നിങ്ങൾക്ക് വലിയ ലിസ്റ്റ് കിട്ടുന്നതെന്ന് പറയത്തില്ല. അപ്പോൾ അതും കൂടി ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. സോ എവിടെ ഗൈസ് നമ്മുടെ സ്ഥലം എവിടെ? നമ്മുടെ ബെഡൊക്കെ എവിടെ? നമ്മുടെ ബെഡ് എവിടെ? അതേ ഗൈസ് അവിടെ. ഇതെന്താ ഗൈസ് അങ്ങത്തോളമുള്ളൊരു കിട്ടില്ല സാധനമുണ്ട്. സോ നമ്മളിവിടുന്ന് സ്ട്രെയിറ്റ് ഒരു നമ്മുടെ ഹൈവേ ഒക്കെ പോലൊരു സാധനം അങ്ങോട്ട് ആദ്യം ആക്കും. പിന്നെ ഈ വാട്ടർ ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഗൈസ്. സോ അതൊക്കെ നമുക്ക് സെറ്റാക്കണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. എന്നാലേ എനിക്കും ചെയ്യാനൊരു ആവേശം ഉണ്ടാവുള്ളൂ.
സോ നമ്മൾ വീഡിയോ എടുത്ത് വേണ്ടിയപ്പോഴാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ടാക്കുക. സോ ബൈ ഗൈസ്, അടുത്തൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം.